അപ്പോൾ ഗൈസ്, ഇൻട്രൊഡ്യൂസിങ് ജായ റീസെൻ്റ്ലി ഇറങ്ങിയ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ആ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ വി ആർ ഗോൺ ടോക്ക് അബൌട്ട് ദാറ്റ്. നിങ്ങളെല്ലാം ആ സീൻ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദ്ദേശിക്കുന്ന സീൻ തന്നെയാണ് ദാറ്റ് ബോൾഡ് സീൻ ദാറ്റ് കെയിം ഔട്ട് വിത്ത് ദ മൂവി. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഫുൾ ഡിസ്കഷൻ ആണ് വൈ ദ ക്രിയേറ്റേഴ്സ് ഹാഡ് ടു ഡു ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് മൈ ടേക്ക് ഓൺ ഓൺ വാട്ട് ഹാസ് ബീൻ ഷോൺ in the character introduction. So ഈ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ഇന്റിമേറ്റ് സീനാണ്. ഇവിടെയാണ് ആ ഒരു ചെറിയ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഇസ് ദിസ് സീൻ റിയലി നെസസറി? സോ സീൻ കുറച്ച് ബോൾഡ് ആക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിട്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് ഇഫ് ഇൻ ദ ഹോൾ റൺ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ സ്റ്റോറിക്ക് അകത്തേക്ക് ഇത് ലൈക്ക് ബ്ലെൻഡ് ആവുന്നുണ്ടെങ്കിൽ ഈ സീൻ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഐ മീൻ ലൈക്ക് ഇറ്റ് ഈസ് ഓക്കെ. ഇങ്ങനെയുള്ള സീൻസും കാര്യങ്ങളെല്ലാം മൂവിയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇത് ആ ഒരു ജസ്റ്റ് ആ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാത്രം ചിലപ്പോൾ യൂസ് ചെയ്യുന്ന സീൻസ് ആവാം ഇത്. കാരണം ഇറ്റ്സ് നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ ഗുഡ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. സോ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളും ലൈക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ഒരു പബ്ലിസിറ്റി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. സോ മേ ബി അതും അതിനുവേണ്ടി ആവാം ലൈക്ക് ഈ ഒരു സീൻ യൂസ് ചെയ്തത്. ബിക്കോസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ ലൈക്ക് ഈവൻ ദിസ് വീഡിയോ, ഈ വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് പോലും ആ രീതിയിൽ വരുന്നത് ഇറ്റ്സ് എ പബ്ലിസിറ്റി. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ആക്ടേഴ്സിനെയും പിന്നെ ഈ ഫിലിം മേക്കേഴ്സിനെയും പേഴ്സണലി നമ്മൾ പേര് പറഞ്ഞ് അവരെ വിമർശിക്കുന്നത് അത് ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. അത് അവർക്ക് എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു കലയാണ്, ഇറ്റ്സ് ആൻ ആർട്ട്. ലൈക്ക് എവറിബഡി ഹാസ് ദെയർ ഒപ്പീനിയൻസ് ആൻഡ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ലൈക്ക് ദേ ഹാവ് ദെയർ റൈറ്റ്സ് ടു ഡു ഇറ്റ്. അപ്പം നമ്മൾ അതിന് അകത്ത് കയറിയിട്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, പിന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നും പറയാൻ ഉള്ളൊരു സീനൊന്നും അതിലില്ല. സോ ദാറ്റ്സ് ഓൾ. അത് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ട് കാണേണ്ടാവുന്നുള്ളൂ. ഇതൊന്നും നമുക്ക് അറിഞ്ഞാത്ത കാര്യങ്ങളോ ഇതൊന്നും ഇങ്ങനെ നമ്മൾ യു എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യങ്ങൾ. ദീസ് ആർ ലൈക്ക് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അത് നമ്മൾ ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. അത് മലയാളികൾക്ക് മാത്രം ഇത്രയും അധികം പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. ഇതെന്തോ വളരെ വലിയ സംഭവമായിട്ട് അങ്ങനെ അത്ര വലിയ കാര്യമൊന്നും അല്ല അത്. പക്ഷെ ആ ഒരു സീനിന്റെ ലെങ്ത്, ഞാൻ പറയുന്നത് ആ ഒരു സീനിന്റെ ലെങ്ത് കുറച്ച് കൂടി പോയി. ലൈക്ക് അത്രയും ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഇറക്കുമ്പോഴത്തേക്ക് അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രമായിട്ട് ആ ഒരു ലെങ്ത് കൂട്ടിയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ അതങ്ങനെ ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഫോൾട്ട് പറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും വീഴ്ച പറ്റിയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മലയാളികളുടെ ചിന്താഗതിയുടെ ചെറിയൊരു പ്രശ്നങ്ങളാണ് അത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷോക്ക് വാല്യൂ മാത്രമല്ല സ്റ്റോറി വാല്യൂവും ഉണ്ടെങ്കിൽ വേറെ അങ്ങനെ ഈ ഇതിനകത്ത് ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും നമ്മളതൊന്നും അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് മാത്രം ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയും ഇത് എന്തോ എന്താണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതെല്ലാം ജസ്റ്റ് അവരുടെ എല്ലാം പേഴ്സണൽ അജണ്ടയും അവർക്കെല്ലാം പേഴ്സണലായിട്ട് എന്താണ് അത് ചെയ്തേക്കുന്ന ഒരു സ്ത്രീ തന്നെയല്ലേ. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സ്ത്രീയെ യൂസ് ചെയ്യുന്നു ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് ലൈക്ക് ഇറ്റ്സ് ഹൗ ലൈക്ക് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഏൺ ചെയ്യുകയാണ്. അവിടെ ഒരു ആർട്ടിസ്റ്റിന് ഷീ ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. ആ പുള്ളിക്കാരിക്ക് പ്രശ്നമില്ല, പുള്ളിക്കാരി അതിന് ഏൺ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഇസ് ദ പ്രോബ്ലം? ലൈക്ക് അങ്ങനെ താല്പര്യമില്ലാത്തവർ അത് അഭിനയിക്കണ്ട. നമ്മൾ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചാൽ പോരെ. അല്ലാതെ അതൊരു മോറലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എടുത്ത് എന്താണ് അത് ഇറ്റ്സ് നോട്ട് എത്തിക്കൽ എന്നൊന്നും നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അത് അങ്ങനത്തെ സീനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനോ അത്രയ്ക്ക് അങ്ങോട്ട് എന്താണ് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും അതിനകത്തൊന്നുമില്ല. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അങ്ങനെയുള്ള ഒരു മൂവിക്കകത്ത് അങ്ങനെയുള്ള ഒരു മാസ് സീനകത്ത് ആ ഒരു ഗാങ്സ്റ്റർ ഇതൊക്കെ വരുന്നതിനകത്ത് ഇങ്ങനെയുള്ള സീൻസും കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്യിക്കണം. കാരണം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂവി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ആവത്തുള്ളൂ. കാരണം ഇറ്റ് ഷുഡ് ബി ദെയർ. നമ്മൾ ഒരു മാസ് മൂവിക്കകത്ത് വന്നിട്ട് നമ്മൾ അതിനകത്ത് ഇന്ന രണ്ട് ആൾക്കാർ ചേർന്ന് ഒരു ഫൈറ്റ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ട് ആവും. നമുക്കത് വർക്കൗട്ട് ആവത്തില്ല. നമുക്കത് വിഷ്വലി അത് പ്രസന്റ് ആയി നമുക്ക് ആ ഒരു ഫീൽ എന്താണ് ആ ഒരു ഫീല് മൂവിയിൽ പൊർട്രേ ചെയ്താൽ മാത്രമേ നമുക്ക് ഓഡിയൻസിന് അത് വർക്കൗട്ട് ആവത്തുള്ളൂ. സോ എനിവേസ് ദാറ്റ്സ് ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.